പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഓരോ റീറ്റെയിൽ സ്റ്റോർ ഓണേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ റിയൽ മാർക്കറ്റ് ഡിമാൻഡ്. ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, ഉയർന്ന മാർജിൻ, സപ്ലൈയുടെ പ്രഷർ, ഇങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമ്മളിത് വാങ്ങുന്നത്? അടുത്തത് പ്രൊഡക്റ്റ് ക്വാളിറ്റി. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മികച്ചതാണോ? ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലോ മൂവിങ് ഐറ്റം അല്ലെങ്കിൽ ഡെഡ് ഐറ്റം നമ്മുടെ സ്റ്റോക്കിൽ കൂടുകയും വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും കാരണമാകുന്നുണ്ട്. അടുത്തത് പ്രൊഡക്റ്റ് മാർജിൻ. നമുക്ക് ഈ പ്രൊഡക്റ്റിന് എത്രമാത്രം മാർജിൻ കിട്ടുന്നുണ്ട്, ഈ മാർജിനിൽ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ നമുക്കത് ലാഭകരമാണോ? അടുത്തത് പ്രൊഡക്റ്റ് ഏജിങ്. ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര കാലം കൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റും? ഇത് നീണ്ട കാലയളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ലഭിക്കുന്ന മാർജിനിൽ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ നമുക്കത് ലാഭകരമാണോ? അടുത്തത് കാറ്റഗറി ഇൻബാലൻസ്. പല സ്ഥാപനങ്ങളിലും പല കാറ്റഗറി പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ തന്നെ കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നാൽ ഒരു സ്റ്റോക്ക് ഇൻബാലൻസ് വരികയും സെയിൽസ് കുറയാനും അത് കാരണമാകും. അടുത്തത് സപ്ലയർ കൺസിസ്റ്റൻസി. നമ്മൾ വാങ്ങുന്ന സപ്ലയർ എത്രമാത്രം ലേബിളാണ്, ആ സപ്ലയറുടെ റീപ്ലേസ്മെന്റ് പോളിസീസ് എങ്ങനെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു റീറ്റെയിൽ സ്റ്റോറും ലാഭകരമായി നടത്തുന്നത് കൂടുതൽ സെയിൽസ് ഉള്ളതുകൊണ്ടല്ല, കൃത്യമായ അനാലിസിസോട് കൂടിയുള്ള പർച്ചേസ് പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ടാണ്.